ആവി പറഞ്ഞോട്ടെ. അപ്പൊ സ്മോൾ അടിച്ചോളൂ. ആ വീട്ടിൽ തന്നെ സ്മോൾ അടിക്കും. മുമ്മൂസ് വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൌണിന്റെ 4ാം ദിവസം വീട്ടിലിരിപ്പാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബി സേഫ് അറ്റ് ഹോം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഏക മാർഗം എന്നുള്ള നിലയിൽ വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക. അപ്പം എന്താ, എനിക്ക് പുറത്ത് യാത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് പുറത്ത് എവിടെയും യാത്ര ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വേറെ വീഡിയോ എടുക്കാൻ ഉള്ളൊരു ഓപ്ഷൻസ് ഒന്നും എനിക്കും വലിയ കാര്യമായിട്ട് കണ്ടന്റും കാര്യങ്ങളൊന്നും ആലോചിച്ച് തല ചൂടാവാന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് എൻ്റെ യോഗ മാഷിൻ്റെ വാട്സാപ്പ് അതിലൊരു മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണം എനിക്ക് വെറുതെ ഒന്ന് ക്ലിക്കായി. അത് തുളസി കാപ്പി. അപ്പം എന്താ വെച്ചാൽ അതൊന്ന് ട്രൈ ചെയ്യാം. കാരണം ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. എന്ന് വെച്ചാൽ അത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുളസിക്കാപ്പി കാണാം. ആദ്യമായിട്ടാണ് കുക്കറിൽ നിന്നുള്ള രീതിയിലൊരു ചെയ്യാൻ പോണേ. നോക്കാം എങ്ങനെയുണ്ടാവുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പനിക്കൂർക്കയും തുളസിയാണ്. അപ്പോൾ തുളസി പനിക്കൂർക്കയും എടുക്കണം. എൻ്റെ പറമ്പ് വൃത്തിയാക്കി ചകിരിയും സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിരിക്കാം. അതാ തുളസി ഇവിടെ ഉണ്ട്. ചൂടായിട്ട് വാടി തുടങ്ങി. ഇപ്പം നനച്ചുള്ളൂ താക. അപ്പോൾ ഇതാ ഇത്രയും തുളസി എടുത്തിട്ടുണ്ട്. പനിക്കൂർക്ക അധികം വേണ്ട. ചിലപ്പോൾ താഹക്കാക്ക് ഇഷ്ടമായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ചെറുത് മതിയാവും. ചെറിയ ഇല മതി. അപ്പോൾ പനിക്കൂർക്കയുടെ ഒരലി. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാം. നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളത് പാലാണ്. അത് ഇത് താഹക്കാക്ക് കാപ്പി വെക്കാനാണ്. കാരണം ഇത് താഹക്ക് കുടിച്ചില്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കുമായിരിക്കും. അപ്പൊ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ തുളസി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം പനിക്കൂർക്കയുടെ ഇലയും ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ എന്റെ സ്വന്തം അധ്വാനത്തിലുണ്ടായ തുളസിയും പനിക്കൂർക്കല്ലേ? അതിനും അവകാശവാദം ഉന്നയിച്ച് വരല്ലേ താഹക്കാം. കഷ്ടായിപ്പോയി. പിന്നെ നമുക്ക് വേണ്ടത് എന്തുട്ടാന്നറിയോ? അടുത്ത ഇൻഗ്രീഡിയൻസ് ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. ഇത് ചുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം മതിയാവും. പിന്നെ ഞാൻ ശർക്കരയ്ക്ക് പകരം ഇവിടെ ശർക്കരയുടെ പൊടിയാണ്, പാരീസിന്റെ അമൃത്, അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. ആവി പിടിക്കാൻ പോണ പോലെ മണം വരുന്നുണ്ട്. അതൊക്കെ തുടങ്ങുമ്പോ നമുക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പരിപാടി കലക്കോ എങ്ങനെ? ഇനി നമുക്ക് ശർക്കര എടുക്കാം കുറച്ച്. ഇവിടെ മധുരത്തിന് ഭയങ്കര വിരുദ്ധമായിട്ടുള്ള ഒരാളുള്ള കാരണം അധികം മധുരം ഇടാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ. പിന്നെ കാപ്പിപ്പൊടി. ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച്. നിങ്ങളുടെ ബ്രൂ അല്ലാത്ത ബ്രാൻഡ് ഇട്ട ഇവിടെ തന്നെയാണ്. ബ്രൂ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോ ശർക്കര വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഈ ഇതുണ്ടല്ലോ, കരിപ്പെട്ടി ചേർക്കണവരുണ്ട്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ചേർക്കണമെങ്കിൽ ഹണി ചേർക്കാം. അപ്പൊ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കടുപ്പം കുറവുണ്ട്. അപ്പൊ ഒന്നുകൂടി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് തിളയ്ക്കുമ്പോഴേ കുറച്ച് കുരുമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. അപ്പൊ ഇതൊന്ന് നന്നായി ഒന്നുകൂടി തിളയ്ക്കാൻ വിടാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തത് തുളസി, പനിക്കൂർക്ക, ചുക്കുപൊടി, ശർക്കര, അതുപോലെ കുരുമുളക്, പിന്നെ കാപ്പിപ്പൊടി.
അപ്പൊ ഞാനങ്ങനെ പരീക്ഷിക്കാൻ പോവാണ്. ഞാൻ പരീക്ഷണ വസ്തു. മധുരം കൂടിയോ? മധുരം കൂടിയിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാത്തിന്റെയും ഒരു രസം വരുന്നുണ്ട്. ചെറിയ കുരുമുളകിന്റെ എരിവ്. നമ്മള് ചുക്ക് കാപ്പി കുടിക്കണ സൂപ്പ് കുടിക്കുമ്പോ ഹോട്ട് ആൻഡ് സൂറ നന്നാവും. തുളസിയുടെ ഫ്ലേവർ കിട്ടുണ്ടോ? എനിക്ക് കിട്ടാത്ത ഫ്ലേവർ പനിക്കൂർക്കയുടെ അത് ഞാൻ കുറച്ചിട്ട കാരണം ചെറിയ ഇല ഇട്ടത്. അതിന്റെ മണം വരുന്നില്ല. പനിക്കൂർക്കയുടെ ഫ്ലേവർ കിട്ടിയില്ല. തുളസി കൂടുതലുള്ളതുകൊണ്ട് തുളസി കിട്ടണം. നീ അടുക്കളയിൽ നിർത്തി ഏർപ്പിക്കേണ്ട ആവശ്യം കുഴപ്പമില്ല. നമുക്ക് AC വെക്കാം അടുക്കളയില്. ആവി പറഞ്ഞോട്ടെ. അപ്പൊ സ്മോൾ അടിച്ചോളൂ. നിങ്ങളെല്ലാവരും കുടിച്ചോളൂ. വീട്ടിൽ തന്നെ സ്മോൾ അടിക്കുന്നു. അത് ലൈക്ക് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യൊക്കെ പറഞ്ഞിട്ട് പോ. അത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണോട് ഇല്ലല്ലോ. ഇല്ല, അവന്റെ ഒരു കുറവില്ലേ? നല്ല കുറവുണ്ട്. അപ്പൊ എല്ലാവരും മണി അടിക്കുക. അവനെങ്ങനെ പറയണേ? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക, ടിങ് ടിങ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ദാഹക്ക നമ്മുടെ ചാനലിന്റെ വീഡിയോ ഉണ്ടല്ലോ, കമന്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ പോകണല്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയോ? കാണുന്ന ആളുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടേ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആവും എന്നാണ് പറയണത്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. അപ്പൊ വീഡിയോ കാണുന്നവര് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത ലോക്ക്ഡൌൺ വീഡിയോ എനിക്ക് വരുന്നവരെ 4 കേരള സർക്കാരിന്റെ 4ാമത്തെ, കേന്ദ്ര സർക്കാരിന്റെ 3ാമത്തെ. ഓക്കെ അല്ല, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ശരി, ബൈ ബൈ. ഫോണ്, ലാപ്ടോപ്പ് എന്താ ചെയ്യണേ? പറയുമ്പോഴേക്കും തുമ്മല്ലേ ദാഹക്ക? ഓക്കേ.